ഏതാണ് ആ ഹദീസ്? ഇദാ അദല്ല അഹദുക്കും ശൈആ ഔ അറാദ അഹദുക്കും മഉനാ വഹുവ ബിഅർദിൻ ലൈസ ബിഹാ അനീസ് ഫൽയഖുൽ യാ ഇബാദല്ലാഹി അഈനുനി. സഹോദരന്മാരെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ പെട്ടുപോയാൽ, ആരാരുമില്ലാത്ത മരുഭൂമിയിൽ നിങ്ങൾ പെട്ടുപോയാൽ നിങ്ങൾ വിളിക്കണം, യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ എന്ന് വിളിക്കണം. എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ നിങ്ങളെ സഹായിക്കാൻ അല്ലാഹു പ്രത്യേകം അടിമകളെ അയക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ പറയുന്നത് ഈ ഹദീസ് ദഈഫാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അതിവരുടെ ഒരു സ്ഥിരം പതിവാണ്. ഏത് ഹദീസ് കേട്ടാലും ദഈഫാന്ന് പെട്ടെന്ന് പറഞ്ഞു. പണ്ടൊരു മൗലവി ഉസ്താദിനോട് ചോദിച്ചു, മക്കയിലുണ്ടല്ലോ ഒരു കല്ല് മഖാമു ഇബ്രാഹിം, നമ്മൾ അതിന്റെ പിന്നിൽ നിസ്കരിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടും ആളുകൾ. ആ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കുന്നതിന് വല്ല തെളിവുണ്ടോ? അപ്പൊ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഏതാന്ന് ചോദിച്ചു. അപ്പൊ ഓതി കൊടുത്തു, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. അപ്പൊ വലിയ പറഞ്ഞു, അതിനത് ദഈഫാണല്ലോ. ചങ്ങാതിയത് ആയത്താ, അത് ശരി, ഞാൻ ഹദീത്താച്ചിട്ട് പറഞ്ഞാണ്. അപ്പൊ ഇതാണ് അവസ്ഥ. എന്ത് കേട്ടാലും ആദ്യം പറയുന്ന വചനാണ് ദഈഫാണ്. നിങ്ങൾ ആലോചിക്ക്, ഞാൻ വെറുതെ പറയല്ല സഹോദരന്മാരെ. ഈ ഹദീത്താണ് ഇപ്പൊ ഇവരെ രണ്ടാക്കിയത്. ഹുസൈൻ സലഫിയിലേക്ക് തന്നെ ഞാൻ മടങ്ങി വരാ. കണ്ടോ, സലഫി ഇവിടെ പരിപാടി നടത്തിയതിന്റെ പിന്നിലുള്ള രഹസ്യം നിങ്ങൾക്കറിയോ? മുജാഹിദിന്റെ സമ്മേളനം നടന്നപ്പോ ആ സമ്മേളനത്തിൽ ആ സംഘടനക്കെതിരെ സലഫി പ്രസംഗിച്ചപ്പോൾ സലഫിയെ പിടിച്ച് നേതാക്കൾ പുറത്താക്കി. അങ്ങനെ ഒറ്റപ്പെട്ടതിന്റെ ശേഷം ആദ്യത്തെ പ്രസംഗം ഇവിടെയാണ് അയാൾ നടത്തിയത്. അതാ സംഭവിച്ചത്. ഹുസൈൻ സലഫി പറഞ്ഞു കേട്ടില്ല നിങ്ങള്? ഞാൻ പറഞ്ഞത് മക്കളെ, നമ്മളൊന്നിക്കണമെന്നാണ്. എൻ്റെ പൊന്നു ടി പിയോട്, എൻ്റെ പൊന്നു എ പി അബ്ദുൽ ഖാദിർ മൗലവിയോട് ഞാൻ പറഞ്ഞത് നമ്മൾ യോജിക്കണം. സംഗതി അങ്ങനൊന്നും അല്ലട്ടോ. അയാൾ ആ സമ്മേളനം കലക്കാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്. അതെന്താ സംഭവം അറിയോ? അങ്ങനെ നല്ല നീയത്തുള്ള ആളെ ടിപ്പിനെയും കേപ്പിനെയും വിളിച്ച് സ്വകാര്യം പറഞ്ഞ പോരപ്പത് അത് പരസ്യമായിട്ട് പറയണം. അപ്പോ ഇത് നേരത്തെ പദ്ധതി ഇട്ട് സക്കരിയാക്കൾ പോയി സമ്മേളനം നശിപ്പിച്ചത് തന്നെയാണ്. അല്ലെങ്കിൽ ടിപ്പിനെ കേപ്പിനെയൊക്കെ സ്വന്തം കാണുന്നവരല്ലേ ഇവര്. അവരോട് പറയാം, ടി പി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഈ ഹദീസാണല്ലോ നമ്മളെ വിഷയം. ലോക പണ്ഡിതന്മാരെ നമുക്കൊന്ന് കാണാം. നമ്മൾ തല്ലണ്ട, നേരെ പറഞ്ഞൂടെ. ഇത് സക്കരിയാക്കളെല്ലാവരും മുന്നിൽ നിർത്തിയിട്ട് ഇവർക്കെതിരെ ഒരു പ്രസംഗം. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചോ? ഞാൻ വെറുതെ പറയല്ല. ആദ്യം നമ്മളെ ഇയാളൊന്ന് കൊണ്ടുപോവാ, ബാലുശ്ശേരി ഒന്ന് പറയട്ടെ. സമ്മേളനം നശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു ഭാഗം ബാലുശ്ശേരി പറയുന്നതും ആദ്യം ഹുസൈൻ സലഫി പറയുന്നതും കൂടി ഒന്ന് കാണിച്ച് ഞാൻ സമ്മേളനത്തിലേക്ക് വരാം. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കണം. ഹുസൈൻ സലഫി സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ചില കുബുദ്ധികൾ, ചില ആളുകൾ അവർ നമ്മുടെ സമ്മേളനം നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കൂല. സലഫി നേരത്തെ പറഞ്ഞു. പക്ഷെ അയാളെ കൊണ്ട് തന്നെ അത് നടത്തിച്ചും ചെയ്തു. അത് നിങ്ങൾ ഇത് കേൾക്കുക. സമ്മേളനം, മുജാഹിദ് സമ്മേളനം, ഇവിടുത്തെ സമ്മേളനമല്ല, കോഴിക്കോട്ടെ സമ്മേളനം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഹുസൈൻ സലഫി നടത്തിയ പ്രഭാഷണത്തിൽ അയാൾ പറയുന്നത് നടക്കൂല. പക്ഷേ നമ്മളെ ബാലുശ്ശേരി ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പൊ നടന്നോ സലഫീൻ? രണ്ടാളും കൂടി തല്ലുന്ന ഭാഗം ഒന്ന് കണ്ടോളൂ. ആദർശ ദൃഢതയുള്ളവരാകണം. ഊഹാപോഹങ്ങൾ കൊണ്ട് പലരും നടക്കുന്നുണ്ട്. സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം സക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജീവൻ പോയ പല സംഘടനകൾക്കും ഒരിത്തിരി ജീവൻ കിട്ടാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് നടക്കൂല. നടക്കൂല ഹുസൈൻ സലഫി ആഗ്രഹിച്ചതോ? നടന്നോ? കുബുദ്ധികളുടേത് വിജയിച്ചു എന്നതിന്റെ തെളിവാണ് ഈ ചാവക്കാട്ട് അവരുടെ പരിപാടി. സമ്മേളനങ്ങൾ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടൊരു സമ്മേളനം. സമ്മേളനത്തിന്റെ ഒന്നാമത്തെ ദിവസം തന്നെ MESന്റെ പ്രസിഡന്റ് ഫസൽ ഗഫൂർ ഫുള്ള് ആളെങ്ങ് പ്രസംഗിച്ച് കുറെ ജിന്നുകൾ, കുറെ പിന്നെ ഇബിലീസുകൾ എല്ലാം കൂടി വന്നിട്ടുണ്ട്, അവരെ നമ്മൾ വിട്ടേക്കണം, ചീഞ്ഞ ഭാഗം തട്ടിക്കളയണം. ഒരാളൊന്നും വേണ്ടിയില്ല. രണ്ടാമത്തെ ദിവസം സാക്കിർ നായിക്ക് വന്നു. അയാൾ പറഞ്ഞു മന്ത്രിക്കണം, മക്കളെ മന്ത്രം വളരെ പ്രധാനമാണ് എന്നൊക്കെ പറഞ്ഞു.
പിന്നെന്താണ്ടായത് കാര്യങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചോ സഹോദരങ്ങളെ? മൂന്നാമത്തെ ദിവസമാണ് ഹുസൈൻ സലഫിന്റെ പ്രസംഗം. സത്യം പറഞ്ഞാൽ ഭിന്നിപ്പുണ്ടായപ്പോൾ നമ്മൾ ആകാംക്ഷയോടെ ചിന്തിച്ച ഒരു ചിന്തയാണ്, ഹുസൈൻ സലഫി ആരെ കൂടെയാണ്? സക്കരിയന്റെ കൂടെയാണോ കായക്കൊടിയുടെ കൂടെയാണോ? ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം അയാൾ രണ്ടിനും അനുകൂലമായി പറയുന്നില്ല. അപ്പൊ അയാൾ മഹാവിരുദ്ധനാ. കാരണം ആ സമയം കാത്തിരുന്നതാ. മൂന്നാമത്തെ ദിവസം അയാൾ സമ്മേളനത്തിലേക്ക് വന്നു. സക്കരിയയുടെ അനുയായികളൊക്കെ മുന്നിൽ നിർന്നു. അവർ തീരുമാനിച്ചുറച്ച പോലെ അയാളങ്ങ് പ്രസംഗം തുടങ്ങി. എൻ്റെ പൊന്നു മൗലവിമാരെ, ആരോടാ പ്രസംഗം? ഈ ടീമിനോട്. ഏത് അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള എല്ലാ ടീമിനോടും പറയാണ്, നമ്മളെ കൂട്ടത്തിൽ ആരും മുശ്രിക്കായിട്ടില്ല. അതാര നെഞ്ചത്തേക്ക്? അബ്ദുറഹ്മാൻ സലഫിന്റെ. ഇവരെല്ലാം മുശ്രിക്കാക്കി പുറത്താക്കിയ ആളോടാ പറഞ്ഞു, ഒറ്റക്കുട്ടി മുശ്രിക്കായിട്ടില്ല. എന്നിട്ട് പറഞ്ഞ് ലോക പണ്ഡിതന്മാരുടെ അഭിപ്രായം തേറണം. അത് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള ആളാണ് TP. അയാൾ അവിടെ ഇരിക്കേണ്ട. അയാളോടാ പറഞ്ഞു. എന്നിട്ട് മുഴുവൻ പറഞ്ഞു ഇയാൾ. ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് നിന്നു അബ്ദുറഹ്മാൻ സലഫി. ബേക്കലുണ്ടല്ലോ അബ്ദുറഹ്മാൻ സലഫി. അയാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ചങ്ങാതി ഹുസൈൻ സലഫി, എന്ത് തോന്നിയാസാടോ ഇപ്പോൾ ചെയ്ത്? ഇത് ഞങ്ങളെ വേദിയല്ലേ? ഇത് അത്ര വലിയ സക്കരിയന്റെ ആളാണ്, എനിക്ക് അവിടെ പോയി പ്രസംഗിച്ചാ പോരെ. ഇനിമേലിൽ നിനക്ക് വേദിയില്ല, പോകണം നീ. ഇത് ഞങ്ങളെ സമ്മേളനമല്ലേ, സക്കരിയാക്കളെ സമ്മേളന. ബാലുശ്ശേരി എന്നൊന്ന് പറയട്ടെ, നിങ്ങൾ കണ്ടോ എന്തായിരുന്നു ഹുസൈൻ സലഫിയുടെ പ്രഭാഷണത്തിന്റെ ശേഷം എന്ത് സംഭവിച്ചു? മുജാഹിദ് സമ്മേളനത്തിൽ അയാളെ ഒറ്റപ്പെടുത്തിയോ ഇല്ലേ? കേട്ടോളൂ, മുജാഹിദ് ബാലുശ്ശേരി തന്നെ സംസാരിക്കും. അയാളുടെ ആ പ്രസംഗം ഒന്നും കേൾപ്പിച്ചു. അയാളൊന്ന് പറഞ്ഞു. ആയിരക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്താ ഉണ്ടായതെന്നറിയോ? ഈ പ്രസംഗം അങ്ങോട്ട് കേട്ടു. ഹുസൈൻ സലഫിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോ പിന്നെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഹമ്മദ് അൻസ് മൗലവിയാണ്. ജനങ്ങൾക്കറിയാം, ഭിന്നിപ്പിന്റെ സ്വരമായിരിക്കും അവിടുന്ന് കേൾക്കുക, ഭിന്നിക്കാനായിരിക്കും അയാൾ എഴുന്നേൽക്കാൻ. അതുകൊണ്ട് എന്തുണ്ടായി ചോദിച്ചു നോക്കൂ അവിടെ പോയവരോട്. 80% ആളുകൾ ഹുസൈൻ സലഫിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോ എഴുന്നേറ്റു. അതിന്റെ തൊട്ടുമുമ്പ് ഹുസൈൻ സലഫിന്റെ തൊട്ടുമുമ്പ് പ്രസംഗിച്ച കായക്കൊടി പറഞ്ഞെന്നറിയോ? ഈ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ ശിർക്കിലേക്ക് പോയ നിങ്ങൾക്ക് മറുപടിയാണ് ആയിരുന്നില്ല. ഹുസൈൻ സലഫിന്റെ ഫസ്റ്റ് പ്രസംഗം കേട്ട് എഴുന്നേറ്റ് വന്നോലായിരുന്നു. പിന്നെ ചാടിക്കാരിങ്ങൾ പ്രസംഗിച്ചപ്പോ സഹിച്ചിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് ഹുസൈൻ സലഫി പ്രസംഗം ജനങ്ങൾ എഴുന്നേറ്റ് പോയി. ജനങ്ങൾ എപ്പോഴും ഹക്കിന്റെ കൂടെയാണ്, ഹക്ക് പറയുന്നവരുടെ കൂടെയാണ്. അതാണ് അതിന്റെ തെളിവ്. അത് എഴുന്നേറ്റ് പോയപ്പോ വമ്പിച്ച് ഒക്കെ നിങ്ങൾക്ക് കാണാം. എഴുന്നേറ്റ ആളുകൾ പോയി. എന്നിട്ട് എന്തുണ്ടായി? ആ പാവപ്പെട്ട ജനങ്ങളെ തടുത്ത് നിർത്തി. അതിന്റെ പേരിൽ തല്ലുണ്ടാക്കി. അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിച്ച് അവസാനിക്കുന്നത് വരെ നിൽക്കാതെ വിടൂല നിങ്ങളെ. ഏത് ദീനായത്? ഏത് മതായത്? ആരായി നിർദ്ദേശം നൽകിയത്? ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം. എന്നിട്ടോ ഈ ആഹ്വാനം കേട്ടാൽ ഐക്യത്തിന് തുരങ്കം വെക്കുന്ന ഒന്നും ഇവിടെ ഉണ്ടാക്കരുത്. വിട്ടുവീഴ്ചയുടെ ഏത് അറ്റം വരെ പോകാമോ അത് ചെയ്യണമെന്ന് പറഞ്ഞ ഹുസൈൻ സലഫിന്റെ പ്രസംഗം കേട്ടാൽ കൈകൊടുക്കല്ലേ വേണ്ടത്? പ്രശംസിക്കല്ലേ വേണ്ടത്? സന്തോഷിക്കല്ലേ വേണ്ടത്? പക്ഷേ TPക്ക് കോപം എരച്ചു കയറി. ഭിന്നിപ്പിന് എല്ലാം നേതൃത്വം കൊടുക്കുന്ന മാന്യദേഹത്തിന് സഹിക്കാനായില്ല. ഈ പ്രഖ്യാപനം ഞങ്ങളെടുത്ത തീരുമാനത്തിനെതിരാകുകയും മുജാഹിദ് കേരളം അവർക്കെതിരെതിരുകയും ചെയ്യുമെന്നറിയാവുന്നത് കൊണ്ട് ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയിൽ ആ കാര്യങ്ങളെ നോക്കിക്കണ്ടു. എന്നിട്ട് അദ്ദേഹം ഹുസൈൻ സലഫിയെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ചു. സലഫി ഇരിക്കുന്ന സ്റ്റേജിൽ തന്നെ. ആ ഭാഗമാണ് നിങ്ങൾ ഇനി കേൾക്കുന്നത്. ആ തീരുമാനത്തിൽ നിന്ന് പുറത്തു പോയവരെ അവരെയാണ് ശാസിക്കേണ്ടത്. അവരോട് ഈ തീരുമാനത്തിലേക്ക് വരാനാണ് പറയേണ്ടത്. ശിർക്കെന്ന് പറയുന്നവരും ശിർക്കല്ലെന്ന് പറയുന്നവരും ഒന്നിച്ചൊരു ഐക്യവും ഒന്നിച്ചൊരു സ്നേഹവും വേണ്ട. അത് വേണ്ട. ആദർശത്തിന്റെ പേരിലാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. ആദർശത്തിനു വേണ്ടി മാതാപിതാക്കളിൽ നിന്ന് അകന്നവർ, മക്കളിൽ നിന്ന് അകന്നവർ, കുടുംബത്തിൽ നിന്ന് അകന്നവർ, സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടപ്പോൾ അതെല്ലാം തന്നെ നേരിട്ടിട്ടുള്ള ആദർശത്തിന്റെ കൂട്ടായ്മയാണ് ഈ മഹാസമ്മേളനം സാക്ഷ്യം വഹിക്കുന്നത്. മനസ്സിലായോ? ആ ശബ്ദത്തിൽ പോലും യഥാർത്ഥത്തിൽ പൈശാചികതയുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം.
ഐക്യം വേണ്ട, സ്നേഹം വേണ്ട. ഉണ്ടോ? അതാർക്കുള്ള മറുപടിയാണ്? ഇതെന്താ സംഭവിക്കുന്നത്? നിങ്ങളെ മുജാഹിദ് സമ്മേളനത്തിൽ നേതാക്കൾ സ്റ്റേജിൽ നിന്ന് തല്ല, അണികള് സദസ്സൊന്നും തല്ല. നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊരു സമ്മേളനം നടത്തിയിട്ട് ഞാനൊന്ന് പറയാം, ഉടനെ തൊഴിയൂർ വേറെ പറയാം, എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് തല്ലിങ്ങൾ അവിടുന്ന് തല്ലും. ഇങ്ങനെ ഉണ്ടാവും സമ്മേളനം. ഹുസൈൻ സലഫിനെ ഇരുത്തിയിട്ടാ മറുപടി. ഒന്നുകൂടി കേട്ടോ, അതിന്റെ ബാക്കി കഴിഞ്ഞിട്ട് ഇത് മാത്രം പ്രസംഗിച്ചിട്ടുണ്ട്. ഹുസൈൻ സലഫി ഇവിടെ വരാനുള്ള കാരണം ഞാൻ പറയുന്നത് ഈ ഒരൊറ്റ പ്രസംഗം. അത് ഇവരെ പ്രത്യേകം ഹുസൈൻ സലഫി എന്താ മറ്റേ നമ്മൾ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗം, നബിതങ്ങളെ പ്രസംഗം ഹദീസിലൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ ഇങ്ങനെ അച്ചടിച്ച് വിതരണം ചെയ്യാം. ഹുസൈൻ സലഫി മുജാഹിദ് സമ്മേളനത്തിൽ പ്രസംഗിച്ചത് കണ്ടങ്ങള്. പിന്നെ അതിന്റെ ബാക്കി ഒന്നുകൂടി കേട്ടോളൂ, പറയട്ടെ. എനിക്ക് ധാരാളം ആളറിയോ? അബ്ദുറഹ്മാൻ സലഫി. ഹുസൈൻ സലഫി പ്രസംഗിച്ച ഉടനെ മറുപടി പറയുകയാണ് ഇയാൾ. അത് ബാലുശ്ശേരി വ്യാഖ്യാനിക്കുകയാണ്, കേട്ടോളൂ. എനിക്ക് എന്റെ സ്നേഹിതൻ ഹുസൈൻ സലഫിയോട് സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആളുകൾ വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കാതെ ആരൊക്കെയോ പറയുന്നതും പ്രചരിപ്പിക്കുന്നതുമായ കാര്യങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട് ഉത്തരവാദപ്പെട്ട ആളുകളോട് കാര്യങ്ങൾ ആലോചിക്കാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ട വേദികളിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ കേട്ടോ, വലിയൊരു അപരാധം ഹുസൈൻ സലഫി ചെയ്തു എന്നാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? ഹുസൈൻ സലഫിയുടെ സംസാരത്തിൽ നിരുത്തരവാദപരമായ എന്തെങ്കിലും ഉണ്ടായി? ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾ കൊളാക്കാൻ വേണ്ടി പോയതാണ് അവിടെ. അത് പറയണമെങ്കിൽ നേരാണ് പറഞ്ഞാൽ പോരെ. ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഒരുങ്ങി. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ടീമിനെ മുന്നിൽ നിർത്തി. പാവം അറ്റങ്ങളാകെ 2-3 ബാക്കിയുള്ളൂ. ഒരു അനീഫ് കായക്കൊടി, ഒരു അനസും. അത് പൈസ കൊടുത്തിട്ട് അവിടെ നിൽക്കുവാണ്. അതുകൊണ്ട് നിങ്ങൾ അല്പം പൈസ കൂടി കൊടുത്ത പോലെ ഇങ്ങോട്ട് നിന്നരും. നിങ്ങൾ ബേജാറാകൊന്നും വേണ്ട. അപ്പോ അതുകൊണ്ടാണ് ഇയാളെ പ്രസംഗിക്ക് എല്ലാവരും എഴുന്നേറ്റ് പോയത്. അതിന് ബാക്കി കൂടി പറയട്ടെ. അയാൾ ഇല്ല കൂടി ആലോചിച്ചിട്ട് അവിടെ ചാടി എണീറ്റത് അല്ല. അത് അയാൾ എന്ന് പറയുന്നു. ഞാനിവിടെ നിൽക്കണമെന്ന് വിചാരിച്ചതല്ലായിരുന്നു, എന്റെ ഊഴം ഇതല്ലായിരുന്നു എന്നൊക്കെ അയാൾ തന്നെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോളൂ. ഇത് ഞാൻ ഇവിടെ വെച്ച് പറയേണ്ടതല്ലായിരുന്നു, ഞാൻ പറയാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു, ഇന്നിവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് നിൽക്കേണ്ടി വന്നതാണ്, പറയേണ്ടി വന്നതാണ്. ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത് തൗഹീദിന് വേണ്ടിയാണ്. അഴകുഴമ്പൻ തൗഹീദ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അഴകുഴമ്പൻ തൗഹീദുമായി നടക്കുന്നവർക്ക് അതുമായി നടക്കാം. അവർക്ക് അവരുടെ വേദികൾ നോക്കാം, അവർക്ക് അവരുടെ മാർഗം നോക്കാം. ഈ പ്രസ്ഥാനത്തിന്റെ വേദി അതിനുള്ളതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടോ, ഹുസൈൻ സലഫിയോട് ഇനി KNM-ന്റെ വേദി കയറരുത് എന്നാ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായോ? അഴകുഴമ്പൻ തൗഹീദ് പറയൂ. കേരളത്തിലെ മലയാളികളെ, ഇതര മുസ്ലിം സംഘാടകരെ, ഹുസൈൻ സലഫിയെ പോലെ തൗഹീദ് പ്രബോധനം ചെയ്ത ഒരാളാണോ ഈ പറഞ്ഞത്? ആണോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഹുസൈൻ സലഫിയുടെ പ്രസംഗത്തിലൂടെ ഹിദായത്ത് കിട്ടിയ ലക്ഷക്കണക്കിന് മലയാളികൾ ഈ കേരള മണ്ണിലുണ്ട്. അദ്ദേഹം അഴകുഴമ്പൻ തൗഹീദ് പറഞ്ഞു. ഈ വേദി ഇനി നിങ്ങളെ പോലെയുള്ളവർക്ക് ഉപയോഗിക്കാനല്ല, നിങ്ങൾക്ക് വേറെ വേദി ഉണ്ടാക്കാം. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ഇതിനെ പിളർത്തേ ഞാൻ അടങ്ങൂ എന്ന പ്രഖ്യാപനം. ഹുസൈൻ സലഫിയെ പിളർത്തിയേ നമ്മൾ അടങ്ങൂ. നിങ്ങൾ ആലോചിച്ചതോ? തൗഹീദല്ല അയാൾ പറഞ്ഞു. അയാൾ തൗഹീദിനെ നശിപ്പിച്ചതാ. ജനങ്ങളെ ഹക്കിന്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ചില ജനങ്ങളുണ്ട്, ഇത്രയൊന്നുമായിട്ട് കാതില്ലാത്തവർ, ഹക്കിനെ മനസ്സിലാക്കാൻ പറ്റാത്തവർ, അവരാണ് ബാലുശ്ശേരി നിങ്ങളെ കൂടെയുള്ളത്. മനസ്സിലായോ? ഇനി നമ്മളെ ഹുസൈൻ സലഫി ഇവിടുത്തെ പ്രസംഗം കൊണ്ടുപോകാം. അയാൾ കരയുന്ന ഭാഗം കൂടി ഒന്ന് കണ്ടോളൂ. എന്താണ് ഹുസൈൻ സലഫി പറയുന്നതെന്നറിയോ? മൗലവിമാരെ, നമുക്കിടയിൽ തർക്കമുണ്ടായപ്പോ ഞാൻ എത്ര പണിയെടുത്തു. നമ്മൾ തമ്മിൽ സംവാദം നടക്കാൻ പോകുമ്പോ ഞാൻ ഇടപെട്ടില്ലേ? ഞാൻ കരഞ്ഞു പറഞ്ഞില്ലേ? ഞാനൊന്ന് നിങ്ങളെ ഫോണിൽ ചെയ്തില്ലേ? നമ്മൾ തമ്മിലുള്ള സംവാദം ഒഴിവാക്കിയത് ഞാനല്ലേ? കൊളമാക്കാൻ വരുന്നവർ അങ്ങനെയൊക്കെ പറയും. അതതിൻ്റെ സാധാരണ സ്വഭാവ. ഒരു വലിയ സമ്മേളനം നശിപ്പിച്ചെങ്കിൽ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, നശിപ്പിക്കേണ്ടത് തന്നെയാണ്. അത് വേറെ ഒരു കാരണം. രണ്ടു കൂട്ടർക്കോ പിന്നെന്താ തല്ല് നടക്കട്ടെ. അതാണ് ഇപ്പൊ ഞങ്ങൾ പറയുന്നത്. പറയട്ടെ. എറണാകുളത്ത് വെച്ച് ചേരി തിരിഞ്ഞ് രണ്ടു കൂട്ടരും ശിർക്കിന്റെ പേരിൽ വാദപ്രതിവാദം നടക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ രണ്ടു പക്ഷത്തുമുള്ള എന്റെ ബഹുമാന്യരായ സ്നേഹിതന്മാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്.
എന്റെ സ്നേഹിതന്മാരെ ഞാൻ രണ്ടു പക്ഷത്തുമുള്ളവരെ വിളിച്ചിട്ടുണ്ട്. നേരം പുലരുവോളം ഉറക്കമൊഴിച്ചുകൊണ്ട് ഞാൻ അവരോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ഈ സംവാദം നിങ്ങൾ നടത്തരുത്, ഇത് നമ്മൾക്ക് ഗുണം ചെയ്യില്ല, നമുക്കിത് ഉള്ളിൽ ചർച്ച ചെയ്യാം, ഇത് നടക്കരുതേ എന്ന് ഉള്ളവൻ ആവശ്യപ്പെട്ടു. ബഹുമാന്യനായ എന്റെ TPയെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാനന്ന് രാവിലെ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ സക്കരിയ സലാഹിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എറണാകുളത്തൊരു വ്യക്തിയുമായി ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ എന്റെ അനസ് മുസ്ലിയാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പലരുമായും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി നാം തമ്മിൽ തല്ലണം എന്ന് പറയാനല്ല, തല്ലരുതേ, നമ്മൾ ഭിന്നിക്കരുതേ, അതിന് മാത്രം ഒരു പ്രശ്നം ഇതിലില്ല. അബ്ദുസ്സലാം സുല്ലമി കുബൂരികളുടെ പത്രത്തിൽ അഭിമുഖം കൊടുത്തുകൊണ്ട് നമ്മെ മുഴുവൻ മുശ്രിക്കുകളാക്കി. മൗലവി ഭാഗം എന്ന് പറഞ്ഞാൽ ബഹുമാന്യനായ എന്റെ AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം കൊടുക്കുന്ന ആ മുജാഹിദ് പ്രസ്ഥാനം കടുത്ത മുശ്രിക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ട് കുബൂരികൾക്ക് അഭിമുഖം കൊടുത്തപ്പോൾ നമ്മൾ ഒന്നായിരുന്നു കൊണ്ട് പോരാടിക്കൊണ്ട് നമ്മൾ പറഞ്ഞു, ഇല്ലടാ ഇല്ല, ഞങ്ങളിൽ ഒരാളും ശിർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ആ വാദമില്ലെന്ന് നമ്മൾ ഒന്നിച്ചു പറഞ്ഞിട്ട് പിന്നെ ഇതിലുണ്ടായ മറ്റൊരു പ്രത്യേകമായ ഒരു ചേരിതിരിവ്, പ്രിയമുള്ളവരെ, നമുക്കത് ഗുണം ചെയ്യും. അയാൾ പറയുന്നത് സംവാദം വരെ നടക്കാൻ പോയപ്പോ ഞാൻ ഇടപെട്ടു. നിങ്ങൾക്കറിയോ, ഇടപെട്ടിട്ട് കാര്യമില്ല, സംവാദം നടന്നു. അത് ഞാൻ കാണിച്ചുതരാം. എറണാകുളത്ത് നിങ്ങൾ തടഞ്ഞിരിക്കാം, നാദാപുരത്ത് നടന്ന സംവാദം നിങ്ങൾ കണ്ടോ? സംവാദ വ്യവസ്ഥ അടിച്ചു പിരിഞ്ഞ്, അത് വേറൊരു കാര്യം, അതുണ്ടാവുമല്ലോ. എന്ത് സംവാദം നല്ല രസകരമാണ്. കാരണം സുന്നി മുജാഹിദും അല്ലേ സാധാരണ സംവാദം നടക്കാറുള്ളത് ആണ്. എന്നാൽ അവിടെ സംവാദം നടത്താൻ ആരറിയോ? മുജാഹിദ്. ഏത് മുജാഹിദ്? ഒരു ഭാഗത്ത് സക്കരിയ സലാഹിയും ടീമും. സക്കരിയ വലിയ ബിരുദനായതുകൊണ്ട് മൂപ്പര് പോയില്ല, കുട്ടികളെ പറഞ്ഞയച്ചു. ഈ ഭാഗത്താരാ? അനസ് മൗലവിയും കായക്കൊടിയും. എന്നിട്ട് ഇവരവരോട് ചോദിക്കാണ്, ഏത് മുജാഹിദാണോ നിങ്ങൾ? എവിടെ നിന്ന് വരാ? അപ്പോൾ ഇങ്ങോട്ട് നിങ്ങളേത് മുജാഹിദാ? രണ്ട് കൂട്ടരും കൂടി തല്ലി. അതിലേറെ രസം എന്താ അറിയാം? ഒരാൾ ചോദിക്കാണ്, ഒരാൾ അങ്ങോട്ടുള്ള ചോദ്യം, പുഴയിൽ വീണ് ആ ചിന്നിനെ വിളിക്കാൻ പറ്റുമോ? അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് മരുഭൂമിയിൽ നിന്ന് ചിന്നിനെ വിളിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരാൾ പുഴയിൽ കയറുന്നില്ല, മറ്റൊരാൾ മരുഭൂമിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, രണ്ടാളും കൂടി തച്ചാട് പിരിഞ്ഞു. നിങ്ങൾ ആലോചിച്ചോ? ഞാൻ കാണിച്ചു തരാം. ബാലുശ്ശേരി എന്നെ പറഞ്ഞു, അനസ് മൗലവിയുടെ ക്ലിപ്പുകൾ ഇടുന്നുണ്ട്. നാദാപുരത്ത് നടന്ന ഇവർ തമ്മിൽ നടന്ന വാദപ്രതിവാദ വ്യവസ്ഥയുടെ ഭാഗം അനസ് മൗലവി ചോദിക്കുന്നുണ്ട്, ഏത് മുജാഹിദാണോ നിങ്ങളൊരു പുതിയ ഹദീസായിട്ട് വന്നിന്? ബാലുശ്ശേരി അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, നീ ഏത് മുജാഹിദാണ്? ഒന്ന് കേട്ടോളൂ. യാ ഇബാദല്ലാഹ് അറീനൂനി എന്ന് ചർച്ച ചെയ്ത ഒരുപാട് സലഫി പണ്ഡിതന്മാരെ കാണാൻ ലോകത്ത്. ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ അതേ ടീമിൽപ്പെട്ട മറ്റൊരു സലഫി പണ്ഡിതനെ യാ ഇബാദല്ലാഹ് ചർച്ച ചെയ്തതിന്റെ പേരിൽ വാറോല ചർച്ച ചെയ്തു. നിങ്ങൾ ഏത് മുജാഹിദ നാളിൽ നിങ്ങൾക്ക് ഉളുപ്പിൽ നിങ്ങൾക്ക് എന്നൊക്കെ അടിച്ചു ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യകർത്താവിനെ കേട്ടോളൂ നിങ്ങൾ. ഒരു ദുർബല ഹദീസിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ആളുകൾക്ക് അറിയേണ്ട കാര്യമില്ല, പൊതുജനങ്ങൾക്ക് അറിയാം. അതെന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ ദുർബല ഹദീസിന് മന്നക്കൽ ബിത്തി ഖലൽ ജന്നാണ് ഒരു വാദപ്രയോഗം നടത്താം. വത്തക്ക കഴിച്ച സ്വർഗത്തിൽ പോവും, ഒരു ദുർബല ഹദീസ്. നമ്മൾ വാദപ്രയോഗം നടത്താം, വത്തക്ക കഴിച്ച സ്വർഗത്തിൽ പോവില്ലേ? അതെന്ത് വാദപ്രതിവാദമാണ്? മാനക്കേടാണത്. ഒരു ദുർബല ഹദീസിന്റെ ആശയം എന്താന്ന് വാദപ്രയോഗം നടത്താൻ നാണില്ല നിങ്ങൾക്ക്? ഒരു ദുർബല ഹദീസിന്റെ വ്യാഖ്യാനം വാദപ്രയോഗം നടത്താൻ പോവാ. നിങ്ങൾ ഏത് മുജാഹിദാ? ദുർബല ഹദീസിന്റെ വ്യാഖ്യാനം വാദപ്രയോഗം നടത്താൻ വന്നിരിക്കുന്നു, നാണല്ലേ നിങ്ങൾക്ക്? അപ്പോ ദുർബല ഹദീസിന്റെ വ്യാഖ്യാനം അല്ല ഇവിടുത്തെ വാദപ്രതിവാദം. ദുർബല ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വാദപ്രയോഗം നടത്താൻ നടക്കുന്നവരല്ല ഞങ്ങൾ. ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വാദപ്രയോഗം നടത്താൻ നടക്കുക, അത് മുജാഹിദുകൾ എന്ന് പറഞ്ഞു നടന്നിട്ട്, അത് ഒരിക്കലും ശരിയല്ല. സഹോദരങ്ങളെ കേട്ടോ, ഇതാര നിന്നേക്കത്തെ കൊച്ചിക്കാര് പൊറുക്കുവോ? കെ ഉമർ മൗലവി സാഹിബിന്റെ എന്നോടാ ചോദിച്ച്, ഏത് മുജാഹിദങ്ങള് നാളല്ലേ നിങ്ങൾക്ക്? ഉമർ മൗലവി ഇന്ന് ജീവിച്ചിരിപ്പില്ല, മനസ്സിലായോ? ഉമർ മൗലവി യാ ഇബാദല്ലാഹ് ചർച്ച ചെയ്തു, സെൽസബിയില് പാലത്ത് അബ്ദുറഹിമാൻ മദനി ചർച്ച ചെയ്തു, KP മുഹമ്മദ് മൗലവി ചർച്ച ചെയ്തു, ലോകത്തിലെ സലഫി പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. ദുർബല ഹദീസാണ്, തള്ളിക്കളയല്ല. ഇത് കണ്ടോ? KJU ചർച്ച ചെയ്തു. KJന്റെ MM അതിനോടാ ചോദിക്കണേ, നിങ്ങൾ ഏത് മുജാഹിദാണ്? നിങ്ങൾക്ക് നാണല്ലേ? ദുർബല ഹദീസായിട്ട് വന്ന് നാണല്ലേ? എന്നിട്ട് ഇപ്പൊ എന്താ വാദപ്രതിവാദം ചർച്ച ചെയ്യണ്ടേ? അത് മൂപ്പര് പറയുന്നുണ്ട്, പുഴക്കര വെള്ളത്തിൽ മുങ്ങല്, വെള്ളത്തിൽ കുളുക്കുളാക്കല് വാദപ്രതിവാദം. ഏത് മുജാഹിദാ നിങ്ങൾ ഏത് മുജാഹിദാ? ഇത് കണ്ടോ? നോക്കി, ഞാൻ വായിച്ച് കളിപ്പിച്ചരാ. 26/12/2001 കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദൗർദയുടെ നിർദ്ദേശപ്രകാരം. വെറുതെയാണോ പെർമിറ്റ് മടക്കാൻ നോക്കുന്നത്? ഇതെല്ലാം കാണുന്നുള്ള പേടിങ്ങൊക്കെയുണ്ട്. നടക്കൂല മുജാഹിദേ,
നിന്നെ വേരോടെ പുതർന്നിട്ടേ ഞങ്ങൾ അടങ്ങൂ. ആരും അതിൽ സംശയിക്കണ്ട. ഒന്നുകൂടി കൊണ്ടുപോയാണ്. വാത്സല്യ പറയുന്നുണ്ട്, ഞങ്ങളെ മക്കള് പറഞ്ഞു പുഴക്കരി ഒന്ന് കാര്യം മൗലമാരെ പഴയുന്നു. തോർത്തുമുണ്ടൊക്കെ ഞങ്ങൾ കൊടുത്തു നോക്കി, കയറുന്നില്ല. സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? വാദപ്രതിവാദം മുജാഹിദും. ഒരു മുജാഹിദിന്റെ ചോദ്യം, പുഴയിന്ന് ജിന്നിനെ വിളിക്കാൻ പറ്റുമോ? അതാണ് പുഴയിന്ന് കയറുന്നില്ല എന്ന് പറയുന്നത്. മറ്റേയാൾ മരുഭൂമിയിലും. തല്ലേണ്ടി വന്നില്ലേ നിങ്ങൾ? ഞങ്ങൾ മുഹിയദ്ദീൻ ശേഖരെ വിളിച്ചൊക്കെ വിട്ടുപോ, നിങ്ങളമ്മ തന്നെ തല്ലല്ലേ? ഇത് അല്ലാഹു തന്ന വിജയമാണ്. ഇത് ഞങ്ങൾ പറയാതിരിക്കില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന അവകാശം ഉപയോഗപ്പെടുത്തി ഞങ്ങൾ ഇത് സമുദായത്തോട് വിളിച്ചു പറയും. ബുദ്ധിയുള്ള ഒരാറ്റാക്കുട്ടി മുജാഹിദിലുണ്ടാവില്ല. പറയട്ടെ ബാലുശ്ശേരി. ഞങ്ങളെ ചെറിയ മക്കൾ ചെന്നിട്ട് തന്നെ പുഴയെന്ന് കയറുന്നല്ല, മുണ്ടെടുത്ത് പുഴയിലിറങ്ങിയിട്ട് കുട്ടികൾ പറഞ്ഞു, മൗലവി ഒന്ന് കയറി വരും. നമ്മൾ പുഴയെന്ന് കയറിയിട്ട് ഒരുപാട് കാര്യം കരയെന്ന് പറയാണ്ട്. അപ്പൊ മൗലവി പറഞ്ഞു, മോനെ ഇതിന്റെ ഒരു തണുപ്പും കുളിരും കിട്ടിയപ്പോ യാ ഇബാദുള്ളന്റെ ചൂട് എനിക്ക് സഹിക്കാൻ വയ്യ, അത് തൊട്ടന്റെ കാര്യം പോക്ക. അതുകൊണ്ട് പുഴക്കരേന്ന് ഇലാ യൗമിൽ ഖിയാമ ഞാൻ കയറൂല. ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ പുഴക്കരേന്ന് കയറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. എന്നിട്ട് തോർത്തുകൊണ്ടൊക്കെ ഞങ്ങൾ തരും, തുടച്ചൊക്കെ ഞങ്ങൾ തരും. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഞങ്ങൾ സഹോദരങ്ങളല്ലേ, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. പക്ഷെ നിങ്ങൾ പശ്ചാത്തപിക്കണം. അത് വെറുതെ അഭിനയിച്ചാ പോരാ. നെഞ്ചു പൊട്ടി റബ്ബിനോട് കണ്ണ് ചുവന്ന് തുടുക്കണം 5 വക്തും. അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ പരാക്രമത്തിന് ആനസിനൊക്കെ പടച്ചോ പുറത്തു കൊടുക്കുവോ? ഓരോ ദിവസം ഓരോന്നല്ലേ നോണ എന്തെങ്കിലും അത് കേട്ടിട്ട് പോലും നിങ്ങൾക്ക് എന്താ നേരം വെളുക്കാത്തത്? അപ്പൊ എന്ത് മുജാഹിദുകളായിരുന്നു നിങ്ങളൊക്കെ? നമ്മളൊന്ന് ആലോചിക്കണല്ലോ, എന്ത് മുജാഹിദുകളായിരുന്നു നമ്മളൊക്കെ. നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞു കൊടുത്താലേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലേ. ഇത് കാണുമെന്ന പേടിയിട്ടാണോ കളിച്ചത്? സഹോദരന്മാരെ, മലവെള്ളപ്പാച്ചിൽ നിങ്ങളുടെ ചെറിയ തരികളെ കൊണ്ട് തടുക്കാൻ കഴിയുമെന്നാണോ മനസ്സിലാക്കിയത്? ആരും അങ്ങനെ മനസ്സിലാക്കണ്ട. നിങ്ങളെ കാര്യം തന്നെ ബേജാറാ. തൗഹീദ് കിടന്ന് ആടുക, കോഴി ആയാലും കയറി വാരിയ. എന്നിട്ടാ ഞങ്ങളെ ഉപദേശിക്കുന്നത്. അതിന് വേറെ മുജാഹിദ് ജനിക്കണം ഇവിടെ. അതും ഉമർ ഖാദിയുടെ പാരമ്പര്യമുള്ള ഈ നാട്ടിൽ വന്നിട്ട് തൗഹീദ് പറയാൻ നിങ്ങൾക്ക് എന്തവകാശം? പിരിച്ചുവിട്ട് പോകുവത്. എന്നിട്ട് ഈ സമുദായം സലാമത്താകട്ടെ. ആരോടൊക്കെ ഉപദേശം? ടിപിനോട്. ഇതിപ്പോ നമ്മളെ ഇവിടുത്തെ പ്രസംഗം ടിപിയോട് നമ്മളൊരു കുട്ടി ഫോൺ ചെയ്ത് ചോദിച്ചു, ഇയാളെ പുറത്താക്കിയതിന് ശേഷം, സമ്മേളനം കഴിഞ്ഞ ശേഷം, ടിപി അബ്ദുൽ മദീനി ആരാധന ടിപി എന്ന് പറഞ്ഞ പോലെ പ്രസിഡന്റാ. ആ പ്രസിഡന്റ് മുജാഹിദ് സമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, ഇതാ പറഞ്ഞ ഈ ചങ്ങാതിന്റെ ഹുസൈൻ സലഫി അയാൾ ഇവിടെ അപശബ്ദം ഉണ്ടാക്കി, ആകെ പ്രശ്നമാണ്, ഹുസൈൻ സലഫി ശരിയല്ല. അപ്പോഴാണ് നമ്മൾ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് സലഫി ടിപിനോട് ഒരു അഭ്യർത്ഥന, എന്റെ പൊന്നു ടിപി, നിങ്ങൾ എന്നെ കുറിച്ച് അത് പറഞ്ഞല്ലോ, ഒന്ന് കേട്ടോളൂ. നിങ്ങൾ ആ കരച്ചിൽ. പഠനങ്ങൾ നടക്കട്ടെ. ഇറങ്ങൂ നിങ്ങൾ ചർച്ചയിലേക്ക്, ഇറങ്ങൂ നിങ്ങൾ ഇത്യാദിയുള്ള ഗവേഷണങ്ങളിലേക്ക്. ഇൻഷാ അല്ലാഹ് പഠനങ്ങൾ ഇനിയും പുരോഗതിപ്പെടുമല്ലോ. നാം മനസ്സിലാക്കുക, നേരം പുലരുവോളം ഈ രൂപത്തിൽ അതുമായുള്ള ചർച്ചകളും മെസ്സേജുകളും കൊണ്ട് എന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടിച്ചു. എല്ലാ നിലക്കും ഞാൻ അവിടെ നടത്തിയ ആ ഒരു ശബ്ദത്തെ എന്റെ ബഹുമാന്യനായ നേതാവ് ടിപി പറഞ്ഞതിൽ എനിക്ക് വലിയ വേദനയുണ്ട്. മുൻ വൈരാഗ്യമുള്ളവർ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എന്റെ ടിപി അത് പറയരുതായിരുന്നു. എല്ലാ മതവിഭാഗങ്ങളിലെ ആളുകളും അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. സർവ്വമത വിഭാഗത്തിന്റെ ആളുകളും ഈ വേദിയിൽ വന്ന് പ്രസംഗിച്ചു. പല മതക്കാരും ഇവിടെ വന്ന് സംസാരിച്ചു. അവരൊക്കെ മാന്യമായിട്ടേ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ആ മാന്യമായ ഈ സമ്മേളനത്തിന്റെ മുമ്പിൽ ഇന്നലെ ഒരു അപശബ്ദം കേട്ടു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇതിന്റെ ഒന്നാമത്തെ സംഗമം മുതൽക്ക് ഇവിടെ നടന്ന അതാരാളെന്നറിയോ? ടിപി അബ്ദുൽ മദനി പ്രസിഡന്റ് സലഫിക്കെതിരെ സമ്മേളനത്തിൽ പറഞ്ഞതാണ്, മുജാഹിദ് സമ്മേളനത്തിൽ. ഇതിന്റെ ഒന്നാമത്തെ സംഗമം മുതൽക്ക് ഇവിടെ നടന്ന മുഴുവൻ സംഗമങ്ങളിലും പങ്കെടുത്തവർ പോലും ഇതിൽ ലയിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇവിടെ വിവിധ മതങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ സംസാരിച്ചു. ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന്, ഹൈന്ദവ സമൂഹത്തിൽ നിന്ന്, മുസ്ലിങ്ങളിൽ തന്നെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് എല്ലാം ഇവിടെ സംസാരിച്ചു. എന്തെങ്കിലും അപശബ്ദങ്ങൾ ഉണ്ടായോ? ഈ സ്റ്റേജിന്റെ മഹത്വം, ഈ കൂട്ടായ്മയുടെ മഹത്വം, ഇവിടെ സംസാരിക്കുന്ന വിഷയത്തിന്റെ മഹത്വം, ഈ ഒരു ജമാഅത്തിന്റെ മഹത്വം, അത് ഇവിടെ വന്ന ആളുകൾ അത് ഉൾക്കൊള്ളുകയും
അതനുസരിച്ച് അവർ വളരെ വിനയാന്വിതരായി സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ഇന്നലെ ഒരു അപശബ്ദം കേട്ടു. എന്തായിരുന്നു അത്? ഈ മഹാവിശ്വാസികളുടെ കൂട്ടായ്മയിൽ ഒരു കരടായിരുന്നു അത്. നിങ്ങൾക്കതൊരു അപശബ്ദമായി പോയോ പ്രിയപ്പെട്ട ടി പി? ഒരു കരട് ഇന്നലെ വന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതേ ഊതിക്കളയാവുന്ന പാറ്റിയെടുത്ത് നീക്കേണ്ടുന്ന ഒരു കരട്, ഒരു കണ്ണിലെ കരട്, അതെ ഒരു കരട് ഇന്നലെ ഉണ്ടായി എന്ന് അത് പറയാൻ മാത്രം എന്ത് അപശബ്ദമാണ് പ്രിയപ്പെട്ട ടി പി ഞാൻ അവിടെ ഉണ്ടാക്കിയത്. ഞാൻ എന്തായിരുന്നു പൊന്നു നേതാക്കളെ നിങ്ങളോട് പറയേണ്ടിയിരുന്നത്? പിരിച്ചുവിടൂ എല്ലാവരെയും അടിച്ചൊതുക്കൂ, സർവ്വ എണ്ണത്തെയും പിടിച്ചു പുറത്താക്കൂ, എന്നിട്ട് തല്ലട്ടെ, തമ്മിൽ തല്ലിൽ നടുറോട്ടിൽ വെച്ച് തല്ലട്ടെ, പള്ളികൾക്കുള്ളിൽ വെച്ച് അടി നടക്കട്ടെ, വീടുകളിൽ കുടുംബങ്ങളിൽ രക്തച്ചൊരിച്ചിലുണ്ടാകട്ടെ, പിളരൂ, പുറത്തു പോകൂ, മാറിപ്പോകൂ എന്നായിരുന്നു പ്രിയപ്പെട്ട ടി പി ഞാൻ ജനങ്ങളോട് പറയേണ്ടിയിരുന്നത്. അതായിരുന്നു അവിടെ കൂടിയവരുടെ വികാരം, അതായിരുന്നു എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായി. അതായിരുന്നു അവിടെ പറയേണ്ടിയിരുന്നത്. തല്ലൂ, പിളരൂ. ബാലുശ്ശേരി പറഞ്ഞല്ലോ, കടലിൽ പോയി ചാകൂ. ഇതായിരുന്നു അത്രേ പറയേണ്ടിയിരുന്നത്. നെക്സ്റ്റ് എടുക്ക്. എന്നിട്ട് ഈ ടി പി അബ്ദുള്ള കോയ മദനി ഇവരെ പ്രസിഡന്റ് താജുൽ ഉലമ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് തങ്ങളോട് ഉപമിച്ചാൽ കേട്ടോ, തെറ്റാണ്. ഇവരെ കൂട്ടത്തിലുള്ള പ്രസിഡന്റ് അയാൾ ബാലുശ്ശേരിയെ ടീമിനെ വിളിച്ച പേരെന്താ അറിയ? ജിന്നുകൾ. അയാൾ പറയാ ഹുസൈൻ സലഫി പ്രസംഗിച്ചല്ലോ എവിടെ? സമ്മേളനത്തിൽ സക്കരിയക്ക് അനുകൂലമായിട്ട്. അങ്ങനെ ടി പി പറഞ്ഞു പിറ്റേ ദിവസം, ഇന്നലെ മക്കളെ ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ, ഈ ജിന്നുകളെ കൊണ്ട് ഞാൻ ഇടങ്ങാറായി. കാരണം എന്താ? ഹുസൈൻ സലഫി പ്രസംഗിച്ച് മറ്റേ സലഫി അതിന് മറുപടിയും പറഞ്ഞു. ടി പി കുറച്ചേരം ഉറങ്ങാൻ പോയതാ, അപ്പോഴേക്ക് വിളി. എന്താടാ വിചാരിച്ച്? ഞങ്ങളെ ഹുസൈൻ സലഫിനെ ചീത്ത പറയേ, ഫുള്ള് തെറിയായിരുന്നു അത്രയാന്ന് വന്നത്. എന്നിട്ട് അടുത്ത ദിവസം ടി പി പറയാണ്, മക്കളെ ഈ ജിന്നുകളെ കൊണ്ടുള്ള ഒരു ശല്യം, ജിന്നുകൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട് ആ ക്ലിപ്പ്. ആദ്യം ടി പി പറയുന്ന ആദ്യം കേട്ടോ, ബാലുശ്ശേരിന്റെ വ്യാഖ്യാനം ശേഷം വരും. ഇന്നലെ പാതിരാത്രി പോലും 1 മണിക്കൂർ കിടന്നുറങ്ങാൻ അനുവദിക്കാത്ത അനുയായികളെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ജിന്നുകൾ. അറിയാമോ നിങ്ങൾ? ഇന്നലെ അവനവന്റെ മൊബൈൽ തലക്കടുത്ത് വെച്ച് ഒരല്പനേരം വിശ്രമിക്കാൻ പോയതാണ്. ഈ സമ്മേളന നഗരിയിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കണം, എന്തെങ്കിലും നിലക്കുള്ള വിഷമിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കരുത് എന്ന് വിചാരിച്ച് അത് തലക്കടുത്ത് വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങാൻ പോയത്. പക്ഷെ ഉറങ്ങാൻ സമ്മതിച്ചോ? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, ഏതൊരു അനുയായികളെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ കേട്ടോ, മടപൂരികൾ നമ്മളെ ജിന്നുകളെന്ന് വിളിച്ചു, ജിന്നൂരികളെന്ന് വിളിച്ചു. ഇന്നിതാ നമ്മൾ സ്നേഹിച്ച്, നമ്മളേറെ ആദരിച്ച് ബഹുമാനിച്ച നമ്മുടെ ടി പി നമ്മുടെ ജിന്നുകൾ എന്ന് വിളിക്കുന്നു. അല്ല സൃഷ്ടിച്ച ഇൻസിനെ ജിന്നെന്ന് വിളിക്കുന്നു, അല്ല വിളിച്ച ഇൻസിനെ ജിന്നെന്ന് വിളിക്കുന്നു. ഈ ജിന്നുകൾ ഉറങ്ങാൻ സമ്മതിച്ചില്ല. എന്തേ കാരണം? അതെന്തേ ടി പി നിങ്ങൾ പറയാത്തത്? അതെന്തേ ടി പി നിങ്ങൾ പറയാത്തത്? സഹോദരങ്ങളെ, പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹുസൈൻ സലഫിയെ കുറിച്ചൊരു വിവരവുമില്ല. ആശങ്ക ഉണ്ടാവൂലേ? വിശ്വാസികൾക്ക് ആശങ്ക ഉണ്ടാവൂലേ? ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. 2:30 മണിക്ക് വരെ PN അബ്ദുൽ ലത്തീഫ് മൗലവിയെ ഞാൻ വിളിച്ചു, പല ആളുകളെയും വിളിച്ചു. ആർക്കും അറിയില്ല. ഹുസൈൻ സലഫിക്കൊന്നും സംഭവിച്ചിട്ടല്ല, അവരെ ആരും ഒന്നും ചെയ്തിട്ടുമല്ല. KNM-കാരെന്തെങ്കിലും ചെയ്തു എന്നാരും വിചാരിക്കരുത്. അതൊന്നും ഉണ്ടായില്ല. ആർക്കും അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. ടി പി നിങ്ങളല്ല ഉറങ്ങാത്തത്, ആയിരക്കണക്കിന് മുജാഹിദുകൾ ഉറങ്ങിയിട്ടില്ലെന്ന് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. പിന്നെയോ, ഒരു മഹാസമ്മേളനം നയിക്കുന്ന നേതാവ് സുഖകരമായ ഉറങ്ങലല്ല, ഉണർന്നിരിക്കലാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന തിരിച്ചറിവും നിങ്ങൾക്ക് നല്ലതാണ്. KK മുഹമ്മദ് സുല്ലമിയെ ഞാൻ ഓർക്കുന്നു, KP ഞാൻ ഓർക്കുന്നു. അവരുറങ്ങാതെ ഏതേത് ഘട്ടത്തിലും പാലക്കാട് സമ്മേളനം, ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ നടന്ന സമ്മേളനത്തിൽ നമ്മുടെ നേതാക്കന്മാർ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഒരു മഹത്തമായി പറയേണ്ടതില്ല. ഉറങ്ങാത്ത ആളുകൾ, ഹുസൈൻ സലഫിയെ സ്നേഹിക്കുന്ന ആളുകൾ ലക്ഷോപലക്ഷമുണ്ട്. അവർ വേദനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സലഫി വീട്ടിലെത്തിയോ ഇല്ലയോ, എന്ത് സംഭവിച്ചു എന്നറിയാൻ. അതിലെവിടെ തെറ്റി? അവരെ നിങ്ങൾ ജിന്നുകളെന്ന് വിളിച്ചു. ഇങ്ങനെ ഏത് നിങ്ങൾ പറയൂ, ഇത്തരമൊരു പ്രസിഡന്റിനാൽ നയിക്കപ്പെടുന്നിടത്ത് നീതി കിട്ടുമോ? നീതി കിട്ടുമോ? മാത്രമല്ല,
49-ാം അധ്യായത്തിലെ 11-12 കഴുത്ത് കെട്ടി തൂക്കിക്കൊടി ആയത്ത്. ഒരു കൗമിനെ നിങ്ങൾ പരിഹസിക്കരുത്, ജിന്നുവിളി പരിഹാസമല്ലേ. അതാ എന്താ നിങ്ങൾ മലക്കൂരികൾ എന്ന് വിളിക്കാത്തേ? നിങ്ങൾ എന്താ ഞങ്ങൾ മലക്കൂരികൾ എന്ന് വിളിക്കാത്തേ? മലക്കിന് കുറച്ചൊക്കെ പരിശുദ്ധി ഉണ്ട്, ഞങ്ങളെ വിളിക്കാൻ പറ്റൂല. അത് ജിന്നിവിന്റെ ചൈത്തന്മാരും അതിലുണ്ടല്ലോ, ആ കൂട്ടത്തിൽ വിളിക്കാലോ. നിങ്ങൾ ആലോചിച്ചോ? അപ്പൊ സ്റ്റീപ്പിന്റെ ഒരു ചോദ്യങ്ങൾ കേട്ടോ, എന്തൊരു അനുയായികളായത്. അങ്ങനെയല്ലേ പറഞ്ഞേ, ഈ അനുയായികളെ കൊണ്ട് കുടങ്ങി ഉറങ്ങാൻ അയക്കുന്നില്ല. അപ്പൊ ബാലുശ്ശേരി ചോദിക്കാണ്, നിങ്ങളല്ലേ നേതാവ്, പിന്നെ അനുയായികൾ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. നേതാക്കൾ നിങ്ങളല്ലേ അനുയായികളെ സൃഷ്ടിച്ചത്. ഞങ്ങളെ നേതാക്കൾ ഇങ്ങനെ ആവുമ്പോ ഞങ്ങൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യാൻ. അതുകൂടി ഒന്ന് കേട്ടോളൂ നിങ്ങൾ. അപ്പൊ ഇതൊന്നും അല്ല, ഇത്തരം നേതാക്കന്മാരെ ഞങ്ങൾക്ക് പറ്റാത്തതുള്ളൂ എന്നാ ഞങ്ങൾ പറഞ്ഞത്. കെ എൻ എം നമ്മുടേതാണ്, കെ ജെ യു നമ്മുടേതാണ്. പക്ഷേ ഈ വിധത്തിലുള്ള സ്വഭാവക്കാർ മാത്രമല്ല, സ്വന്തം ഇനി ഈ വിധത്തിലുള്ള അനുയായികളെയാണ് സൃഷ്ടിച്ചത്. ആരാ TP? ആരാ നിങ്ങളൊക്കെ? നിങ്ങളല്ലേ ഞങ്ങളുടെ നേതാക്കന്മാര്, ഞങ്ങളെ കുറ്റം പറയുന്നത്? നല്ല ചോദ്യമാണ്. ഞങ്ങളെ താജുലുലമയോട് ചോദിക്കേണ്ടി വന്നിട്ടില്ല, ഖബറുലുലമയോട് ചോദിക്കേണ്ടി വന്നിട്ടില്ല, സുലൈമാൻ ഉസ്താദിനോട് ചോദിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നു TP. നിങ്ങളല്ലേ ഞങ്ങളെ നേതാവ്. പിന്നെ ഞങ്ങൾ എങ്ങനെയാന്നാകുക? നിങ്ങളെന്നാ ഇക്കോലത്തിലാ. നിങ്ങൾ ആലോചിച്ചിട്ട് സരഫിനൊന്നും കൂടി കൊണ്ടുപോവാ. എന്താണ് അയാൾ പറയുന്നറിയോ? ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഞാൻ കത്തി കൊടുക്കുകയായിരുന്നോ വേണ്ടിയിരുന്നത്. ഇവിടുത്തെ പ്രസംഗമാണ്. എന്താണെന്നറിയോ? സലഫി നേതാവാനും കൂടി നോക്കുകയാണ്. ഏത് TP ഏതായാലും പോയി, AP-യും പോയി. പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോ ജമിയത്തുൽ ഉലമക്ക് പ്രസിഡന്റ് വേണമല്ലോ. പ്രസിഡന്റ് ആകാനുള്ള ശ്രമമാണോ ഈ ചാവക്കാട് വന്നിട്ട് നിങ്ങൾ പ്രസംഗിച്ചത്? ഞങ്ങൾ സംശയിക്കുകയാ. നേതാവാകാനുള്ള മോഹം തരക്കേടില്ല, പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ വേണ്ട. ഏതെങ്കിലും ഗാനമേള ഉണ്ടാക്കിയിട്ട് നല്ല പാട്ടുപാടാൻ സലഫിക്കറിയാ, അതാ നല്ലത്. ഇവിടുത്തെ പ്രസംഗം കൂടി കേട്ടോളൂ. ഞാൻ കൂടി പിടിച്ചുകൊടുത്ത് മുജാഹിദ് പ്രസ്ഥാനം ആറ്റുതോറ്റ് വളർത്തിയുണ്ടാക്കിയ ഈ സംഘടനയെ അറുക്കാനുള്ള ഒരു തീരുമാനത്തിന് ഞാൻ കൂടി നിന്നുകൊടുക്കേണ്ട ഒരവസരത്തിൽ കത്തി നീട്ടി ഞാൻ കൂടി പിടിച്ച് സഹകരിക്കേണ്ട ഒരു നേരത്ത് അരുതേ, ഇതിനെ കൊല്ലരുതേ, ഇതിനെ തളർത്തരുതേ, ഇതിനെ പിളർത്തരുതേ, ഇതിനെ വെട്ടിമുറിക്കരുതേ എന്നത് അത്തരത്തിൽ തീരുമാനം മുമ്പേ എടുത്തിട്ടുള്ള ആളുകളുടെ മുമ്പിൽ അതൊരു അപശബ്ദം തന്നെയായിരിക്കുമല്ലോ. അതേ സംഭവിച്ചിട്ടുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ ഒരു തീരുമാനം അവർക്കുണ്ടായിരുന്നു എന്നത് എനിക്കിപ്പോഴാണ് ഞാനത് മനസ്സിലാകുന്നത്. സത്യം എനിക്കറിയില്ലായിരുന്നു. ഈ സമ്മേളനത്തോട് അങ്ങനെ ഒരു തീരുമാനം വരും, ഇത് രണ്ടാകുമെന്നൊരു തീരുമാനം ഞാൻ വിചാരിച്ചിട്ടില്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ആ ഒരു പ്രത്യേകമായ ധാർമ്മികമായ വേദനയിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പോഴും എനിക്കതേ പറയാനുള്ളൂ. എനിക്കതിലപ്പുറം ഒന്നും പറയാനില്ല. എനിക്ക് മാന്യതയില്ല എന്ന് പറഞ്ഞു, എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. വ്യക്തിപരമായി നിങ്ങൾ എന്താക്ഷേപിച്ചാലും എനിക്ക് പ്രയാസമില്ല. എന്റെ സങ്കടങ്ങൾ സൃഷ്ടികളോടല്ലല്ലോ, ജിന്നിനോടല്ലല്ലോ, മലക്കിനോടല്ലല്ലോ, മഹാത്മാക്കളോടല്ലല്ലോ, എന്റെ നാഥനോട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അവന്റെ കേസ് അവിടെ കൊടുത്ത് കുഴപ്പമില്ലല്ലോ. ഞങ്ങളെ മുഴുവൻ മുസ്ലിക്കാക്കിന് ഞങ്ങൾ നേരത്തെ കേസ് കൊടുത്തിന് കേട്ടോ. ആ കേസ് ഫയലിൽ സ്വീകരിച്ചിട്ട് എന്നെ കേസ് എടുക്കുള്ളൂ. മനസ്സിലായോ? ആദ്യം മുസ്ലിം കൈരളിയോട് മാപ്പ് പറ, എന്നിട്ട് സുന്നിയായിട്ട് കേസ് കൊടുക്കും. എന്തായിപ്പോ? അപ്പൊ TP പോയി. നീ AP-നെ കുറിച്ച് പറഞ്ഞു കേട്ടോളൂ. അതാ ഞാൻ നേരത്തെ പറഞ്ഞു. AP അബ്ദുൽ ഖാദർ മൗലവിയോട് ഒരു കുട്ടി ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ മുജാഹിദ് പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ ഹുസൈൻ സലഫിയെ വിളിക്കട്ടെ. അപ്പൊ AP പറഞ്ഞു, മക്കളെ ആ ചങ്ങായിനെ വിളിക്കണ്ട, അവനതിന് മറുപടി പറയാനൊന്നും അറിഞ്ഞൂടാ, അയാളതിന് പറ്റില്ല. AP പറഞ്ഞു. AP ഉസ്താദല്ല കേട്ടോ, AP അബ്ദുൽ ഖാദർ മൗലവി, ഇവരുടെ സംഘടനയുടെ സെക്രട്ടറി. അപ്പൊ ഇയാൾ പറയാ, പ്രിയപ്പെട്ട AP, നിങ്ങളത് പറഞ്ഞു പോയല്ലോ, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. പ്രസിഡന്റും സെക്രട്ടറിയാണ് ഈ ജനങ്ങളെ ഈ പണിയാക്കുന്നത്. ഒന്ന് കേട്ടോളൂ ഇവിടുത്തെ പ്രസംഗം തന്നെ. അപശബ്ദമുണ്ടാക്കി പറയേണ്ടതല്ലാത്തൊരു കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. പലർക്കും പല അഭിപ്രായമാണ്. അയാളുടെ ധിക്കാരം, അയാളുടെ അഹങ്കാരം, അയാൾ പറയരുതാത്തത് പറഞ്ഞു. നിങ്ങളൊന്ന് കൂടിയാലോചിക്കണ്ടേ? ഞാൻ എന്താ കൂടിയാലോചിച്ചിട്ട് പറയേണ്ടത്? ഇവർ പിരിച്ചുവിട്ട എന്തിനാന്നുള്ളതാ ഞാൻ പറയുന്നത്. ഞാനത് ഇന്നും പറയുന്നില്ല. ആ വിഷയത്തിൽ പിരിച്ചുവിടലും പിരിച്ചുവിടാതിരിക്കലും ഒക്കെ നേതൃത്വത്തിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഞാനത് പറയാൻ ആളല്ല. പക്ഷേ ഈ കുട്ടിയെ നിങ്ങൾ അറുക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കേട്ട് വളർന്ന മുജാഹിദ് പ്രസ്ഥാനമാകുന്ന വടവൃക്ഷത്തിന്റെ കൊമ്പുകളും ചില്ലകളും
ഒരുപാട് കിളികൾ വന്ന് കളകളാരവം മുഴക്കിയിട്ട് ആദർശത്തിന്റെ പടപ്പാട്ട് പാടിയിട്ട് ഒരുപാട് ശിർക്കിന്റെ കോട്ടകത്തളങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ വൃക്ഷത്തിൽ നിന്ന് പഴം തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട്. അതിന് കാരണക്കാരായ ആ കിളികളിരിക്കുന്ന ചില്ലകള് വെട്ടിമുറിക്കരുത് നേതാക്കളെ. വിനീതമായ അഭ്യർത്ഥനയാണ്. ഈ വടവൃക്ഷത്തെ കൊത്തിമുറിക്കല്ല. നമ്മൾ ഒന്നാണ് മുജാഹിദുകളെ. നമ്മൾ എന്ത് തർക്കമുണ്ടെങ്കിലും എത്രത്തോളം വിട്ടുവീഴ്ചക്ക് പോയാലും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവിയോട് ഒരു കുബൂരി എന്റെ പ്രസംഗത്തിന്റെ ശേഷം ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവിയെ ഫോണിൽ വിളിച്ചു. ഞാനത് കേട്ടു, ഞാനത് തെറ്റില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ കുബൂരിയാണെന്ന് പോലും മനസ്സിലാക്കാതെ ഒരു നമ്മുടെ ആളായിക്കൊണ്ട് ബഹുമാന്യനായ എ പിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ കുബൂരികൾക്ക് മറുപടി പറയാൻ ഹുസൈൻ സലഫിയെ വിളിക്കണ്ട എന്ന് ബഹുമാന്യനായ എ പി പറയുമ്പോൾ, പ്രിയപ്പെട്ട എ പി, നിങ്ങളോട് എനിക്കതിന് വിഷമമില്ല. ഞാൻ നിങ്ങളെ ആ കാര്യത്തിൽ നിങ്ങൾ എന്നെ അപഹസിച്ച് ആയിരങ്ങൾ കേൾക്കെ അതാ കുബൂരികൾ അവരുടെ റൂമിലിട്ടുകൊണ്ട് ഹുസൈൻ സലഫിയുടെ മാംസം, പച്ചമാംസം കൊത്തി വലിക്കുകയാണ്. അതെ, എന്നെ വളരെ മോശക്കാരനായി നിങ്ങൾ കൊടുത്ത മറുപടി അതാ അവര് ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് പരിഹസിക്കുകയാണ്. ബഹുമാന്യനായ എ പി, ഒരിക്കലും നിങ്ങളോട് എനിക്ക് വിഷമമില്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക് തൗഹീദിന്റെയും സുന്നത്തിന്റെയും ശബ്ദം കിട്ടാൻ കാരണമായ ആ നാവുകൊണ്ട് നിങ്ങൾ ആദർശ പ്രസ്ഥാനത്തിന്റെ ആളുകളെ, എന്നെയല്ല ഞാനും നിങ്ങളും അടങ്ങുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ ആളുകളെ വേദനിപ്പിക്കാൻ കുബൂരികൾക്ക് നിങ്ങൾ കൊടുക്കരുതായിരുന്നു എന്ന വിനീതമായ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. അല്ലാഹു നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും തൗഹീദിന്റെ പാതയിൽ ഫുള്ള് കരച്ചില. എ പി, നിങ്ങൾ എങ്ങനെ ചെയ്തല്ലോ? ഇനി ആരാ തെറ്റ് ചെയ്യാത്ത ഒരാളാ കൂട്ടത്തിലുള്ളത്? എ പി പോയി, ടി പി പോയി. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ വേറൊരു സാധനത്തെ? ഈ കരച്ചിലൊക്കെ നിങ്ങൾ നടത്തണം. എ പി നിങ്ങളെ കുറ്റം പറഞ്ഞൊരു കാര്യം വന്നു സലഫി, അത് ഞങ്ങളെ വിജയമാ. അവിടേക്ക് നിങ്ങളെത്തി. മതങ്ങൾ തമ്മിൽ ഒരു പഠന പര്യടനം നടത്തുന്ന ചങ്ങാതില്ല, എം എം അക്ബർ മൗലവി. അയാളിപ്പോ ഏതാ ഗ്രൂപ്പ്? അയാൾ ബാലുശ്ശേരിന്റെ എതിർ ഗ്രൂപ്പാ. ബാലുശ്ശേരി പറയുന്നത്, അക്ബർക്കാ നിങ്ങൾ പറ്റിച്ചല്ലോ നമ്മളെ, നമ്മൾ നിങ്ങളെ കൂടെ നിന്നു, നമ്മൾ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ അറിവുള്ള ആളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അക്ബർക്കാ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട അക്ബർക്കാ, നിങ്ങളത് പറഞ്ഞു പോയല്ലോ. അയാൾ സമ്മേളനത്തിന് നന്നായി പറഞ്ഞിന്. മുജാഹിദ് സമ്മേളനത്തില് ഈ അക്ബർ, എം എം അക്ബർ കണ്ടിട്ടില്ല നിങ്ങൾ? ക്രിസ്ത്യാനികളോടൊക്കെ വാദപ്രതിവാദം നടത്തി തോറ്റുപോരുന്ന ഒരു സാധനം, അയാളാണ് എം എം അക്ബർ എന്ന് പറയുന്ന ആൾ. ആ മുജാഹിദീങ്ങൾ വലിയ ദൈവമായി കൊണ്ടുതരുന്ന ആളാ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ബാലുശ്ശേരി പറയാ, അക്ബർക്ക നിങ്ങൾ എന്ത് പണിയാണ് പറ്റിച്ചത്? ആളുകൾ ഇപ്പൊക്കെ ഇയാളിടുന്നുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ പണി പറ്റിക്കാത്ത ഒറ്റ കുട്ടിയില്ല, ആ കൂടാരം കാലിയാണ്. ആ എം എം അക്ബറിനെ കുറിച്ച് ബാലുശ്ശേരിയുടെ വാക്കുകൾ. സഹോദരങ്ങളെ, അങ്ങനെ പ്രശംസിക്കപ്പെട്ടവർ ആരുടെ മുമ്പിലും ആദർശപരമായി തലകുണിക്കേണ്ടി വന്നിട്ടില്ലാത്ത അക്ബർക്കാക്ക് മെനയാത് മുതൽ ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. ചില കാരണം അക്ബർക്ക മനസ്സിലാക്കിയതാണ് ശരിയെങ്കിൽ അതിന്റെ പേരിൽ മീറ്റിംഗ് കൂടാൻ നിശ്ചിന്റെ പേരിൽ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രസ്ഥാനത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായ കാര്യത്തിൽ പഠിക്കണ്ടേ എന്ന് ചോദിച്ചു ഞാൻ അക്ബർഖാനോട്. യാ ഇബാദത്ത് നിങ്ങൾ പഠിക്കണ്ടേ? എന്നോട് പറഞ്ഞ വാക്ക് എന്താ അറിയൂ? ഞാനത് അല്ലാഹുവിലേക്ക് വിടുന്നു. എന്താ വാക്ക്? എനിക്ക് ടച്ച് ചെയ്യേണ്ട ഒരു വിഷയമല്ല, ഒരു കയമ്പൂല്ലാത്ത കാര്യം. ഞാൻ നിക്ഷോഭത്തിന്റെ പ്രവർത്തകൻ, ഇസ്ലാമിനെ ലോകത്ത് പഠിപ്പിക്കുന്നതാണ് എന്റെ ഡ്യൂട്ടി. അതൊക്കെ വേറെ ആളുകൾ ചർച്ച ചെയ്യണം. ശരിയാണ്, നല്ല വാക്കാണ്. ഒരു 100 പേരോടെങ്കിലും അക്ബർ സാഹിബ് ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അക്ബർ ആർക്ക് വേണ്ടി സംസാരിച്ചു എന്ന് സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. ആർക്ക് വേണ്ടി സംസാരിച്ചു, എത്രത്തോളം എന്ന് പറഞ്ഞാൽ മറ്റു പലരേക്കാൾ മുജാഹിദുകൾക്ക് വേദനിപ്പിക്കും വിധം അക്ബർക്ക സംസാരിച്ചു കഴിഞ്ഞു. നമുക്കതിൽ വലിയ വേദനയുണ്ട്. പല കാര്യങ്ങളിലും അദ്ദേഹം ആ നിലക്ക് സംസാരിച്ചു. എല്ലാ ശത്രുക്കളും നമ്മുടെ നേരെ പറയുന്ന അതേ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. എന്തിന്? ഓരോ കാര്യം നിങ്ങൾ നോക്കൂ. ഞാൻ പറഞ്ഞു, ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതെല്ലാം കീറിമുറിച്ച് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി. എല്ലാവർക്കും അത് കിട്ടി, എല്ലാവരും അത് വായിച്ചു. ആ ഒരു അവധാനത ഈ വിഷയത്തിൽ കാണിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഇനിയും സമയമുണ്ട്. അതെനിക്ക് പറ്റിയൊരു വൈകാരികതയാണ് എന്ന് പറയാൻ ഇനിയും സമയമുണ്ട്. പുതിയ പുതിയ വാദങ്ങൾ കടന്നു വരികയാണ്. പുതിയ പുതിയ വാദങ്ങളും ആശയങ്ങളും കടന്നു വരികയാണ്. തൗഹീദിനെ
പൊതുസമൂഹത്തിൽ പോലും അവതരിപ്പിക്കുവാൻ സാധ്യമല്ലാതാക്കുമാറുള്ള വാദങ്ങൾ. വിഷ്ണുവിനെ എല്ലായിടത്തും വിഷ്ണുവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ ആ വിഷ്ണുവിന് കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു കഴിവ്, അത് ചോദിച്ചാൽ ബഹുദൈവാരാധനയാകുമെന്ന് ഇവിടെയുള്ള അമുസ്ലിങ്ങളുടെ മുന്നിൽ ചങ്കൂറ്റത്തോടുകൂടി പറയാൻ കഴിയുന്നവൻ മുജാഹിദ് മാത്രമാണ്, സലഫി പ്രവർത്തകൻ മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രൂപത്തിൽ കൃത്യമായി ആരാധനയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുവാൻ, ഈ രൂപത്തിൽ കൃത്യമായി തൗഹീദിനെയും ശിർക്കിനെയും ബഹുദൈവാരാധനയും ഏകദൈവാരാധനയും വ്യവച്ഛേദിക്കുവാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഖുർആനും തിരുസുന്നത്തും നൽകിയ കൃത്യമായ ആശയമാണത്. വിഷ്ണു ഒരു ജിന്നാണെന്ന് വന്നാൽ, വിഷ്ണു ഒരു മലക്കാണെന്ന് വന്നാൽ, ആ വിഷ്ണു മലക്കാണ് എന്നും ജിന്നാണ് എന്നും ഞാൻ വ്യാഖ്യാനിച്ചു എന്ന് പറയല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെയല്ലേ ഞങ്ങളും വിശ്വസിക്കുന്നത് എന്ന ചോദ്യത്തിന്, എന്താണ് അതിലുള്ള പ്രശ്നമെന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാതിരിക്കുമാറ് സലഫികൾക്ക് തൗഹീദിന്റെ വിഷയത്തിലുണ്ടായിരുന്ന അജയ്യതമായ ബോധത്തെ തകർത്ത് കളയുവാൻ ആര് ശ്രമിച്ചാലും ആ തകർക്കലിനെതിരെ പ്രതിരോധിക്കുക എന്ന ദൗത്യം നിർവഹിക്കാതെ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. സഹോദരങ്ങളെ, സങ്കല്പിച്ചുണ്ടാക്കാൻ ഇതുവരെ ആരും പറയാത്തൊരു പുതുമട്ടൂട്. ഇനി അനീഫ്ക്കായെ അനുസ്വാദിച്ചെടുത്തോളൂ. നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണം. ആരെങ്കിലും അങ്ങനെ നോക്കൂ, സങ്കല്പിച്ചുണ്ടാക്കുകയാണ്. എന്നിട്ട് പാവപ്പെട്ട വിശ്വാസികളിൽ അത് അടിച്ചേൽപ്പിക്കുകയാണ്. അത് മലക്കാണെന്ന് വന്നാൽ, ജിന്നാണെന്ന് വന്നാൽ ഊഹമല്ലേ അക്ബർക്കാത്, സങ്കല്പമല്ലേ അക്ബർക്കാത്? പ്രത്യേകിച്ച് ഹൈന്ദവ കഥാപാത്രങ്ങൾ യാഥാർത്ഥ്യമാണോ അക്ബർക്ക? അത് പഠിപ്പിച്ച, ഞങ്ങളെ പഠിപ്പിച്ച, അതിന് പുസ്തകം എഴുതിയ അക്ബർക്ക നിങ്ങൾക്ക് എന്ത് പറ്റി? ആർക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചു? ഞങ്ങൾക്ക് വേദനയുണ്ട്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഹുസൈൻ സലഫി പറഞ്ഞ പോലെ ഒരൈക്യാഹ്വാനം എന്ന മഹത്വം നിങ്ങൾക്കുണ്ടാകുമെന്നാണ്. പക്ഷേ നിങ്ങളൊരു ഗ്രൂപ്പിനെ സന്തോഷിപ്പിച്ചു, നിങ്ങളൊരു ഗ്രൂപ്പിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചു, ഹക്കിന് വേണ്ടിയല്ല എന്നതിൽ ഞങ്ങൾക്ക് വേദനയും. അപ്പോ അക്ബറും പോയി. അക്ബർ പറഞ്ഞ വിഷയങ്ങൾ കേട്ടോ. വിഷ്ണുവിനെ ആരാധിക്കുന്നവരുണ്ടല്ലോ, അവർ ഹൈന്ദവൻ ചോദിക്കാണ്, ഞങ്ങളെ വിഷ്ണു പറഞ്ഞാൽ ജിന്നാന്നാ മനസ്സിലാക്കിയത്, അപ്പോൾ പറ്റുമോ? അതാ അക്ബർ സംശയം ഇടുന്നത്. അപ്പൊ ബാലുശ്ശേരി പറഞ്ഞത്, ഇനിയിപ്പോൾ അതും കൂടി കിട്ടിയാൽ ഇപ്പം മറ്റേ കായക്കൊടി അനുസരിച്ച് ഫുള്ള് അതായിരിക്കും. ഓൾക്ക് സ്വന്തം ചിന്തിക്കാനുള്ള കഴിവില്ല, ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് നടക്കാനേ കഴിയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവസാനം ഞാൻ പറയട്ടെ, എന്നിട്ട് മുജാഹിദുകളോടൊരു വസീയത്ത്. നമ്മളെ ഇവിടുത്തെ സമ്മേളനത്തിൽ എന്താ, എൻ്റെ പൊന്നു മുജാഹിദുകളെ, നിങ്ങൾ തളരാൻ പാടില്ല, നിങ്ങൾ തകരാൻ പാടില്ല. മൗലവിമാരെ, നിങ്ങൾ ആശങ്ക കൊണ്ട് കാര്യമില്ല, തകരുക തന്നെ ചെയ്യുമത്. കാരണം ഇന്നൽ ബാത്തില കാന സഹൂഖാ, ബാത്തിലിന് നിലനിൽപ്പുണ്ടാവില്ല. ഹുസൈൻ സലഫിയുടെ ധീര രോഹനം കൂടി നിങ്ങളൊന്ന് കേട്ടോളൂ. പെരുവഴിയിലല്ല മക്കളെ, പെരുവഴിയിലല്ല. ഞാൻ സമ്മേളനത്തിന്റെ അവസാനം പറഞ്ഞ വാചകം ആവർത്തിക്കട്ടെ. അല്ലാഹു മഅനാ, അല്ലാഹു മഅനാ. അല്ലാഹുണ്ട് നമ്മുടെ കൂടെ. തളരരുത്, പതറരുത് മുജാഹിദുകളെ, തളരരുത് മുജാഹിദുകളെ, ദുഃഖിക്കരുത് മുജാഹിദുകളെ. വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ പീഡിതരാവരുത്, നിങ്ങൾ പീഡിതരാണെന്ന് തോന്നരുത്, നിങ്ങൾക്ക് നിന്ദ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നരുത്. വഅൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഉന്നതന്മാർ, നിങ്ങളാണ് ഉന്നതന്മാർ. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങളുടെ കൈകളിൽ 1000 സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നല്ല, നിങ്ങൾക്ക് ഒരുപാട് അനുയായികൾ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാരെന്നല്ല, നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാരെന്നല്ല, നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാരെന്നല്ല, നിങ്ങൾക്ക് ഒരുപാട് വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ട് എന്നെങ്കിൽ നിങ്ങൾ ഉന്നതന്മാരാണ് എന്നല്ല. ഇൻ കുന്തും മുഅ്മിനീൻ, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാനുണ്ടോ? ആ സാധനമില്ലല്ലോ, ഇനി ആ സാധനമില്ലല്ലോ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ ആദ്യം സുന്നിയാവണം. ഔലിയാക്കളെ കുറ്റം പറഞ്ഞ് ഇന്നല്ലാഹ മഅനാ, അല്ലാഹു ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പച്ച നുണയാണ്. മൻ ആദാനി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. സലഫി പഠിച്ചു വെച്ചോ. ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദയെ നിങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ട്, ഇമാമിങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട്, ഔലിയാക്കളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഇല്ല, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാകില്ല. ഒരൊറ്റ വാക്ക് ഞാൻ പറഞ്ഞോട്ടെ,
സുന്നത്ത് ജമാഅത്താകുന്ന ആദർശ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നോ മുജാഹിദുകളെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ വേദന തീരലപ്പോഴാണ് സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുമ്പോ ആ ഉദ്ഘാടന സദസ്സിന്റെ മുൻനിരയിൽ നമുക്ക് എത്തണം. അതുകൊണ്ട് മുജാഹിദ് പ്രവർത്തകരെ, തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങിക്കോ, അതിനുള്ള സമയമാണ്. സുന്നികളെ, എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഇത് ദഅവത്ത് ചെയ്യണം. ഒന്നുകൂടി പറയട്ടെ, മുജാഹിദുകളെയോ ജമാഅത്തുകാരെയോ നമ്മൾ ആരും സ്നേഹിക്കാൻ പോകണ്ട. അൽ ഹുബ്ബു ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹം, വൽ ബുഗ്ദു ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ വെറുപ്പ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പുരുഷന്മാരൊക്കെ ഒന്ന് എഴുന്നേറ്റുള്ളൂ. നമുക്ക് നമ്മുടെ നിയമപാലകര് നിർത്താൻ സമയമായി എന്നറിയിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇത്രയും സമയം നമുക്ക് തന്നല്ലോ. ഇൻഷാ അല്ലാഹ് ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.